कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे കാസർഗോഡ് ഉയർന്നു നിൽക്കുന്ന കോട്ടകളുടെ നാട്, പ്രത്യേകതരമായ ആചാരങ്ങളുടെ നാട്, തെയ്യവും നിറയും തിറയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നാട്, നിറങ്ങളുടെ നാട്. ആ നാട്ടിലേക്കുള്ള യാത്രയിലാണ് ഇനി നാം. ഈ യാത്രയ്ക്ക് ആമുഖമായി കാസർഗോഡിനെ അറിയുവാനുള്ള ഒരു അന്വേഷണമാണ് ഇന്ന് നടത്തുന്നത്. ശുഭാരംഭം. ഈ ദിവസത്തിലേക്ക് നല്ല സ്വാഗതം അരുളിക്കൊണ്ട് അമ്മയുടെ വാക്കുകളിലേക്ക് ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ കൊട്ടാരത്തിലെ കലവറക്കാരനെ പാട്ടിലാക്കിയ ഒരു മത്തങ്ങ കിട്ടിയെന്നു വരും. രാജാവിനെ പ്രീതിപ്പെടുത്തിയാൽ ഖജനാവിലെ മുഴുവൻ സമ്പത്തും നമ്മുടേതാകും. പാലിനെ ആശ്രയിച്ചാൽ തൈരും മോരും വെണ്ണയും എല്ലാം കിട്ടും. അതുപോലെ ഈശ്വരനെ ആശ്രയിച്ചാൽ ആധ്യാത്മികവും ഭൗതികവുമായ നേട്ടമുണ്ടാകും. ഈശ്വര ചിന്ത കൊണ്ട് നമുക്കും കുടുംബത്തിനും സമൂഹത്തിനും ഐശ്വര്യമുണ്ടാകും. അമ്മയുടെ ഈ വാക്കുകൾ ഗൃഹത്തിനും സമൂഹത്തിനും ഐശ്വര്യമാകട്ടെ. കാസർഗോഡിലെ യാത്രകളെ അയവിറക്കുന്ന ഈ ദിവസം, ആ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ ദിവസം, നമുക്ക് തെയ്യരൂപങ്ങൾ നിറഞ്ഞാടിയ ക്ഷേത്രങ്ങൾ കാണാം, വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ കാണാം, വിശ്വാസങ്ങൾ അറിയാം. പക്ഷേ എന്നാൽ കാസർഗോഡ് ജില്ലയിൽ ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ഉൾപ്പെടെ നിൽക്കുന്ന ഈ ദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ബേക്കൽ കോട്ടയെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല. ബേക്കൽ കോട്ട കാസർഗോഡിൻ്റെ മുഖമുദ്രയാണ് എന്നതുകൊണ്ട് കാസർഗോഡിനെ ഓർക്കുന്ന ഈ ദിവസം ബേക്കൽ കോട്ടയിൽ നിന്ന് തന്നെ തുടങ്ങും. ദൈവം മനുഷ്യരിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരോട് സംവദിക്കുന്ന നാടാണിത്. ഓരോ തെയ്യവും വെള്ളാട്ടവുമെല്ലാം ഈശ്വരൻ്റെ പ്രതിരൂപങ്ങളാകുന്നു.
ഈശ്വരൻ്റെ നാവാകുവാനുള്ള മനുഷ്യജന്മത്തിൻ്റെ ഭാഗമാണ് ഓരോ തെയ്യവും. ആ തെയ്യത്തെ വിശ്വസിക്കുന്ന നാട് മനുഷ്യൻ ദൈവമാകുമ്പോൾ ആ ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കുന്നു. ദൈവം ഇറങ്ങി വന്ന് ഓരോന്ന് പറയുമെന്നും ആ പറയുന്നതിനനുസരിച്ച് നാം പ്രവർത്തിക്കണമെന്നും വിശ്വസിക്കുന്ന ഒരു നിഷ്കളങ്കതയുടെ നാടാണിത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ വിശ്വാസങ്ങളിലെല്ലാം അത്തരത്തിൽ ദൈവവുമായി അടുത്ത് നിൽക്കുന്നൊരു ഭാവമുണ്ടാകും. തെയ്യം നിറഞ്ഞു നിൽക്കുന്ന ദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നാം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 4 സ്ഥാനം, 3 സ്ഥാനം, വയനാട് കുലവർ എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങളും ഇവിടെ ധാരാളമായി ഉള്ളത്. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. കാസർഗോഡിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാടിലെ അതിപ്രസിദ്ധമായ തൃക്കണ്ണാടപ്പൻ ക്ഷേത്രം. കടലിൻ്റെ തീരത്തുള്ള ആ ക്ഷേത്രഭൂമിയുടെ വിശ്വാസങ്ങൾ കാസർഗോഡിലെ എല്ലാ ശിവക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. എല്ലാ ശിവക്ഷേത്രങ്ങളുടെയും ചൈതന്യങ്ങൾ തൃക്കണ്ണാട് നിന്ന് വന്നതാണ് എന്നൊക്കെ വിശ്വാസമുണ്ട്. അതുകൊണ്ട് കാസർഗോഡിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തൃക്കണ്ണാട് ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവപുർധരാഭ്യാം നഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. നാം ഇപ്പോൾ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ എത്തി നിൽക്കുന്നു. ശിവചൈതന്യമുള്ള ഭൂമിയാണ് ഇത്. പാണ്ഡ്യരാജാക്കന്മാരുടെ പ്രഭാവം നിലനിന്നിരുന്ന കാലത്ത് ഈ ക്ഷേത്രവും ഏറ്റവും പ്രഭാവത്തോടു കൂടി നിലനിന്നിരുന്നുവെന്ന് ചരിത്ര സൂചനകൾ പറയുന്നു. അതിൻ്റെ ചില തെളിവുകളും നമുക്കിവിടെ ഈ ക്ഷേത്രത്തിൽ കാണുവാനാകും. പണ്ടുകാലത്ത് സ്വർണത്തിൽ തീർത്ത താഴികക്കുടങ്ങളും ധ്വജസ്തംഭവും അതുപോലെ തന്നെ വലിയ ധാന്യപ്പുരയും ധാന്യ കൊട്ടാരം എന്നറിയപ്പെട്ടിരുന്ന ധാന്യം സൂക്ഷിക്കുവാൻ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള ധാന്യം സൂക്ഷിക്കുവാനുള്ള പുരയും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതുമാത്രമല്ല രത്നങ്ങളും വജ്രങ്ങളും സൂക്ഷിച്ചിരുന്ന നിലവറകളും ഉണ്ടായിരുന്നു അത്തേ ക്ഷേത്രത്തിന്. ഇന്ന് നാം ഈ ക്ഷേത്രം കാണുമ്പോൾ ആ ചരിത്രത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് വേണം ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ കാണുവാൻ. നമോ നമഃ ശങ്കര പാർവതീഭ്യാം. പാണ്ഡ്യ രാജാവ് ഒരിക്കൽ തന്റെ പടയാളികളോടൊപ്പം 3 പടക്കപ്പലുകളിൽ പശ്ചിമാബ്ദിയിലൂടെ യാത്ര ചെയ്തിരുന്നു അത്രേ. ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന വേളയിൽ ഇവിടെ ഈ ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ, അതായത് ക്ഷേത്രത്തിനോട് അടുത്തുള്ള തീരത്തെത്തിയപ്പോൾ മനോഹരമായ ഈ ക്ഷേത്രവും സ്വർണത്തിൽ തീർത്ത ധ്വജസ്തംഭവും ഒക്കെ കാണുകയും വളരെ പ്രഭാവത്തിൽ, അതായത് വലിയൊരു പ്രകാശം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ പാണ്ഡ്യരാജാവ് ധരിച്ചത് ഈ പ്രകാശം തങ്ങളെ ആക്രമിക്കുവാൻ നിൽക്കുന്ന ശത്രുപടയുടെ കൂട്ടുചേരലിന്റെ പ്രകാശമാണ് എന്നാണ്. ഇത് ക്ഷേത്രമാണ് എന്ന് തിരിച്ചറിയുവാൻ അന്ന് അദ്ദേഹത്തിന് ആയില്ല. ശത്രുക്കളുടെ ദോഷങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് അവർ വെടിയുണ്ട ഉതിർക്കുകയും അല്ലെങ്കിൽ നിറതോക്ക് ഉതിർക്കുകയും ഈ നിറതോക്കിൽ നിന്നുണ്ടായ ആഘാതത്തിൽ ക്ഷേത്രത്തിന് പല നാശനഷ്ടങ്ങളും സംഭവിക്കുകയും ചെയ്തു. ധ്വജസ്തംഭത്തിന് കേടുപാടുണ്ടാവുകയും അതുപോലെ തന്നെ ധാന്യപ്പൂര തീ കത്തിപ്പോവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ പറയേണ്ടത് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് തന്നെ ചെറിയ പോറലുകൾ ഏൽക്കുകയും ചെയ്തു ഈ ഒരു ആക്രമണത്തിലൂടെ. ഇതിൽ കുപിതനായ ഭഗവാൻ ത്രിനേത്രൻ തന്റെ ത്രിനേത്രത്തിൽ നിന്ന് അഗ്നിയെ ജനിപ്പിക്കുകയും അഗ്നി ആ രോഷത്തോടു കൂടി തന്നെ ഈ പടക്കപ്പലുകളെ ശപിക്കുകയും ചെയ്തു. 3 പടക്കപ്പലുകളും കരിങ്കല്ലായി പോകട്ടെ എന്നായിരുന്നു ആ ശാപം. ഇന്ന് നമുക്ക് തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ എത്തിയാൽ സാഗരത്തിലേക്ക് നോക്കിയാൽ അങ്ങ് അകലെ
പടക്കപ്പലിന്റെ രൂപത്തിൽ 3 കരിങ്കല്ലുകൾ കാണുവാനാകും. ചെയ്തു പോയ തെറ്റിന്റെ പശ്ചാത്താപം എന്ന പോലെ ആ കരിങ്കല്ലുകളും നമസ്കരിക്കുകയാണ് ഭഗവാനെ എല്ലാ ദിവസവും എല്ലാ നേരവും. പടക്കപ്പലുകൾ കരിങ്കല്ലുകളായി മാറിയപ്പോൾ തങ്ങൾ ചെയ്ത തെറ്റിന്റെ കാഠിന്യം മനസ്സിലാക്കി പാണ്ഡ്യരാജാവും കൂട്ടാളികളും. അപ്പോൾ തന്നെ അവർ കുറുന്തോട്ടി മരം കൊണ്ടൊരു ധ്വജസ്തംഭം സ്ഥാപിക്കുകയും പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ വിശുദ്ധമായ ക്ഷേത്രഭൂമിയാണ് ഇതെന്ന് മനസ്സിലാക്കിയത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡിനെയും തെക്കേ അറ്റത്തെ ജില്ലയായ തിരുവനന്തപുരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ക്ഷേത്രഭൂമിയുണ്ട് ഇവിടെ. ഒരുപാട് അത്ഭുതങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രഭൂമി. അവിടെ മനുഷ്യർ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നൊരു മുതല വസിക്കുന്ന ക്ഷേത്രഭൂമി കുമ്പള അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം. അതിൻ്റെ വിശ്വാസങ്ങൾ ഓരോ തവണ കാണുമ്പോഴും ആ തടാക ക്ഷേത്രം മനസ്സിനെ ഉണർത്തുക തന്നെ ചെയ്യും, അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. നൂറടി നീളവും 100 അടി വീതിയുമുള്ള ഒരു വലിയ തടാകത്തിൻ്റെ മധ്യത്തിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. അതിൻ്റെ മനോഹാരിത, അല്ലെങ്കിൽ അത് വളരെ മനോഹരമായ കാഴ്ചയാണ് പടവിലിറങ്ങി വന്നാൽ കാണുവാനാകുന്നത് തന്നെ. വിസ്തൃതമായി നിൽക്കുന്ന ഒരു പച്ച നിറത്തിലുള്ള തടാകം, തടാകത്തിന് നടുവിൽ മനോഹരമായൊരു ക്ഷേത്രഭൂമി. ഈ ഒരു തീർത്ഥത്തിനും ഈ ക്ഷേത്രത്തിനും സവിശേഷമായ പ്രാധാന്യമുണ്ട് എന്ന് ഇവിടേക്ക് പ്രാർത്ഥിക്കുവാനെത്തിയവർ അതിൽ പ്രശ്നവശാലും തെളിഞ്ഞിട്ടുണ്ടത്രേ. ശ്രീ വൈകുണ്ഠത്തിന് സമാനമായ ഭാവത്തിലാണ് ഇവിടെ മഹാവിഷ്ണു നിലകൊള്ളുന്നത് എന്നതാണ് ഈ ക്ഷേത്രത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കുന്നത്. പാലാഴി മധ്യേ ഭഗവാൻ അനന്തശായിയായി നിലകൊള്ളുന്നത് പോലെ ഇവിടെ ഈ ഒരു തീർത്ഥജലം ഏറ്റവും വിശുദ്ധമായ തീർത്ഥജലമാണ് ഇവിടെയുള്ളതെന്ന് പറയാൻ കാരണം ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ജലം, ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ അഭിഷേകം ചെയ്യുന്ന ജലം ഒഴുകിയെത്തുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള അഭിഷേകത്തിനായി പ്രത്യേക മൂർത്തിയുണ്ട് ഇവിടെ. ആ മൂർത്തിയിൽ അഭിഷേകം ചെയ്യുന്ന ജലം ഒഴുകിയെത്തുന്നതും ഇതേ തീർത്ഥജലത്തിലാണ്, അല്ലെങ്കിൽ ഈ തീർത്ഥക്കുളത്തിലാണ്. അതുകൊണ്ട് തന്നെ സദാ തീർത്ഥക്കുളമായി തന്നെ, അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന, എപ്പോഴും നിറവോടുകൂടി നിൽക്കുന്ന തീർത്ഥജലമായി ഈ തടാകത്തെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ തടാക ക്ഷേത്രം എന്ന പേരും ഇവിടെ ഉചിതമായി ഭവിക്കുന്നു. अंबिकापतय उमापतये पशुपतये नमो नमः। ॐ नमो हिरण्यवाहवे हिरण्यवर्णाय हिरण्यरूपाय हिरण्यपतये अंबिकापतय उमापतये पशुपतये नमो। हिरण्यवाहवे हिरण्यवर्णाय हिरण्यरूपाय हिरण्यपतये अंबिकापतय उमापतये पशुपतये नमो नमः। ഇവിടെ വരുണന്റെ സാന്നിധ്യവുമുണ്ട്. വരുണന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നത് ഒരു മുതലയുടെ രൂപത്തിലാണ്. ഇവിടുന്ന് ആരെങ്കിലും വിളിക്കുമ്പോഴേക്കും ഉടനെ വരികയും നിവേദ്യച്ചോറ് ഭക്ഷിച്ച് പോവുകയും ഒക്കെ ചെയ്യുന്നത് നാം കണ്ടു. വളരെ ശാന്ത സ്വരൂപിയായ മുതല. സവിത്രമണ്ഡല മധ്യവർത്തി നാരായണ സരസിജാസന സന്നിവിഷ്ട കേയൂരവാൻ മകരകുണ്ടലവാൻ കിരീടി ഹാരി ഹിരണ്മയവപുർധൃത ശംഖചക്ര. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്.
സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്ഥലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര. ഉദയാമൃതം എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. കിരാതമൂർത്തി ഭാവത്തിൻ്റെ ചൈതന്യമായി മഹാദേവൻ നിലകൊള്ളുന്ന മറ്റൊരു ക്ഷേത്രഭൂമിയാണ് അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ച തന്നെ കേരളീയ ക്ഷേത്ര മാതൃകകളിൽ അത്യുത്തമമായൊരു ഭാവം ഈ ക്ഷേത്രത്തിന് നൽകുന്നു. സങ്കല്പങ്ങളിലും വിശ്വാസങ്ങളിലും ദാരുരൂപങ്ങളിലുമൊക്കെ മഹനീയമായ സ്ഥാനമുണ്ട് അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രത്തിന്. ബ്രഹ്മമുഖാമരവന്ദിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണ കൗശലലിംഗം തന്മൃദു പാതു ചിദംബരലിംഗം. അടൂർ ക്ഷേത്രത്തിൻ്റെ ശരിയായ നാമം അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം എന്നാണ്. അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം കുടികൊള്ളുന്ന ഈ പ്രദേശത്തിൻ്റെ പുരാണ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് അല്ലെങ്കിൽ കുരുക്ഷേത്രത്തിനായുള്ള യുദ്ധ തയ്യാറെടുപ്പുകളിലേക്ക് പോകേണ്ടതുണ്ട് നാം ആദ്യം. യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന വേളയിൽ തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിന് വിജയം വരിക്കുന്നതിനായി ശിവഭഗവാനെ, അതായത് ആയുധങ്ങളുടെ മുഴുവൻ അധിപനായ ശിവഭഗവാനെ തപസ്സിരിക്കുവാൻ യുധിഷ്ഠിരൻ അർജുനനോട് നിർദ്ദേശിക്കുന്നു. ജ്യേഷ്ഠൻ്റെ നിർദ്ദേശം കേട്ട മാത്രയിൽ തന്നെ അർജുനൻ തപസ്സിന് ഉചിതമായ പ്രദേശം തേടി വരികയും കവണിക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് എത്തുകയും ചെയ്തു. നമുക്ക് പിന്നിൽ നാം കാണുന്ന ഈ ഒരു ക്ഷേത്ര സങ്കല്പത്തിലെത്തുമ്പോൾ നമുക്ക് ഉയർന്ന മലനിരകൾ ഇവിടെ കാണുവാനാകും. അവിടെയാണ് അർജുനൻ തപസ്സിനായി കണ്ടെത്തിയ പ്രദേശമുള്ളത്. അർജുനൻ ഇവിടെ തപസ്സിരിക്കുന്ന വേളയിൽ തന്നെ അർജുനന്റെ തപസ്സറിഞ്ഞ് ഒരല്പം അഹങ്കാരം മനസ്സിലുള്ള അർജുനനെ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് തന്നെ ആ അഹങ്കാരങ്ങളെല്ലാം കളഞ്ഞ് കർമ്മത്തിലേക്ക് ഇറക്കുവാൻ ഒന്ന് തയ്യാറെടുപ്പിക്കണമെന്ന് മഹാദേവൻ മനസ്സിൽ തീരുമാനിച്ചു. അതുകൊണ്ട് പാർവതി ദേവിയുമായി ഇവിടേക്ക് എത്തി. അതിനുശേഷം കാനനത്തിൽ തപസ്സിരിക്കുന്ന അർജുനന്റെ തപസ്സിളക്കുവാൻ എന്ത് ചെയ്യാനാകുമെന്ന് ആലോചിക്കുകയും ഈ സമയം തന്നെ ഇവിടെ രാത്രികാലങ്ങളിൽ അസുരനായും പകലിൽ പന്നിയായും വാണിരുന്ന ഒരു അസുരനെ, മൂകാസുരൻ എന്നു പേരുള്ള ഒരു അസുരനെ വധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഭഗവാൻ മനസ്സിലാക്കുകയും പന്നിയെ വധിക്കുന്നതിനായി വേടരൂപം പൂണ്ട് വരികയും ചെയ്തു. വേടരൂപം പൂണ്ട പ്രദേശവും ഇവിടെ പ്രത്യേക നാമത്തിൽ ആണ് അറിയപ്പെടുന്നത്. ബേദടുക്ക, അതായത് വേടരൂപം പൂണ്ട പ്രദേശം ബേദടുക്ക എന്നറിയപ്പെടുന്നു. ഇന്നും കർണാടകയിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് അടൂരിൽ നമുക്ക് ഇത്തരം നാമങ്ങളുള്ള പ്രദേശങ്ങൾ കാണുവാനാകും. ബേദടുക്കയിൽ വന്നിറങ്ങിയ ഭഗവാനും ഭഗവതിയും പിന്നീട് പന്നിയെ ഓടിച്ചു കൊണ്ടുവരികയും പന്നിയെ അസ്ത്രമെയ്യുകയും ചെയ്തു. അമ്പേറ്റ പന്നി പ്രാണരക്ഷാർത്ഥം ഓടിച്ചെന്ന് അർജുനന്റെ തപസ്സിളക്കി. തപസ്സിൽ നിന്ന് ഉണർന്ന അർജുനൻ പന്നിയെ കാണുകയും സ്വയം ഒരു അമ്പെയ്യുക കൂടി പന്നിക്ക് നേരെ ഒരു അമ്പെയ്യുകയും ചെയ്തു. ഈ 2 അമ്പും കൂടി ഏറ്റുവാങ്ങിയ പന്നി ഓടി വന്ന് ഒരു പ്രത്യേക പ്രദേശം, പഞ്ചള എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് വന്ന് ചത്തുപോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് അർജുനനും ശിവനുമായി തർക്കം തുടങ്ങി. ഞാനാണ് പന്നിയെ കൊന്നത് എന്ന പേരിലായിരുന്നു തർക്കം. അതിനുശേഷം ഇവർ തമ്മിൽ യുദ്ധം ആരംഭിക്കുകയും യുദ്ധം പിന്നീട് മല്ലയുദ്ധമായി തീരുകയും ചെയ്തു. മല്ലയുദ്ധം നടത്തുന്ന വേളയിൽ ശിവനും അർജുനനും തമ്മിൽ യുദ്ധത്തിൽ തമ്മിൽ മൽപ്പിടുത്തം നടത്തി ഉരുണ്ടു പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. അങ്ങനെ ഉരുണ്ട ഉരുളൂർ എന്നറിയപ്പെടുകയും ഉരുളൂരാണ് പിന്നീട് അടൂരായി മാറുകയും ചെയ്തത്. പന്നിയെ എയ്തതിനു ശേഷം അർജുനനും ശിവഭഗവാനുമായി തർക്കം തുടങ്ങുന്ന വേളയിൽ ശിവഭഗവാൻ ദേവിയെ ഒരു പ്രദേശത്ത് നിർത്തിയിട്ട് ഇവിടെ നിന്നുകൊള്ളൂ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് മല്ലയുദ്ധത്തിന് തയ്യാറെടുത്തത്. ദേവി നിന്ന പ്രദേശത്ത് രക്തേശ്വരി സാന്നിധ്യം ഇപ്പോഴുമുണ്ട്. അതൊരു ക്ഷേത്ര സങ്കല്പമായി തന്നെ നിലകൊള്ളുന്നു. ഏറെ നേരം യുദ്ധം ചെയ്തതിനു ശേഷം മലകളിറങ്ങി താഴേക്ക് വന്നു ശിവനും അർജുനനും. അതിനുശേഷം ശിവഭഗവാൻ അർജുനനെ കൈകളിലേന്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ചെന്ന് വീണ പ്രദേശത്ത് വെച്ച് ഒരു ചവിട്ട് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ വന്ന് വീണ പ്രദേശം ഒരു കുഴിയായി മാറുകയും ഭഗവാന്റെ തൃപ്പാദങ്ങൾ കൊണ്ട് ചവിട്ടുകൊണ്ട് ഉടനെ തന്നെ അർജുനന് ജ്ഞാനബോധം ഉണ്ടാവുകയും ചെയ്തു. ഞാൻ എന്തിനാണ്, തപസ് ചെയ്യുവാനാണല്ലോ ഞാൻ വന്നത്, പിന്നെ എന്തിനാണ് ഒരു പന്നിയുടെ മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ തർക്കിക്കുന്നത്, ഇങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന ജ്ഞാനബോധം അർജുനന് ഉണ്ടാവുകയും അപ്പോൾ തന്നെ വീണ കുഴിയിൽ നിന്ന് ഉണ്ടായ തീർത്ഥജലത്തിൽ നിന്ന് ഒരല്പം മണ്ണ് കുഴച്ചെടുത്ത് ഒരു പ്രത്യേക പ്രദേശത്ത് ശിവലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ ഒരു മണ്ണുകൊണ്ടുള്ള ലിംഗം പ്രതിഷ്ഠിച്ച പ്രദേശത്ത് നിറയെ വലിയ വൃക്ഷമുണ്ടായിരുന്നു. അതായത് കൂവളമരം ഉണ്ടായിരുന്നു. ധാരാളം കൂവളത്തിലകൾ പറിക്കുകയും ആ ശിവലിംഗത്തിലേക്ക് അർച്ചന നടത്തുകയും ചെയ്തു അർജുനൻ.
ഈ നേരമെല്ലാം കിരാതമൂർത്തി ഒരല്പം അകലെ നിന്ന് വളരെ രസത്തോടുകൂടി അർജുനനെ നോക്കി നിൽക്കുകയായിരുന്നു. ഇങ്ങനെ നോക്കി നിന്ന കിരാതന്റെ പാദങ്ങളിലാണ് കൂവളത്തിലകളെല്ലാം വന്നു വീണത്. അപ്പോഴാണ് തന്നെ പരീക്ഷിക്കുവാനായി വേടവേഷത്തിൽ വന്നത് ശിവഭഗവാൻ തന്നെയാണ് എന്ന് അർജുനൻ മനസ്സിലാക്കുന്നത്. ആ പാതാരവിന്ദങ്ങളിലേക്ക് ക്ഷമയാചിച്ചു കൊണ്ടുവന്ന് വീഴുകയും തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് ഉണർത്തിക്കുകയും ചെയ്തു. കുരുക്ഷേത്ര യുദ്ധത്തിൽ മുഴുവൻ വിജയം നേടുന്നതിനായി, അല്ലെങ്കിൽ ദിഗ്വിജയം, സകല യുദ്ധങ്ങളിലും വിജയം നേടുന്നതിനായി ഭഗവാൻ പശുപതാസ്ത്രം നൽകി അർജുനന്. രക്തേശ്വരിയാകട്ടെ ആഞ്ജനേയാസ്ത്രവും നൽകി. ആഞ്ജനേയാസ്ത്രം കൊണ്ടാണ് പിന്നീട് അർജുനൻ കർണനെ വധിക്കുന്നത്. ഇങ്ങനെ അനുഗ്രഹങ്ങൾ ലഭിച്ച ശേഷം പ്രാർത്ഥിച്ച് ശിവഭഗവാനും പാർവതീദേവിയും ഇവിടെ നിന്ന് മറയുകയും അർജുനൻ കുരുക്ഷേത്ര യുദ്ധത്തിനായി തയ്യാറായി പോവുകയും ചെയ്തു. അതാണ് ഈ ക്ഷേത്രഭൂമി. അതായത് അർജുനൻ തീർത്ഥജലത്തിൽ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയ മണ്ണിലെ ശിവലിംഗം കുടികൊള്ളുന്ന പ്രദേശമാണ് ഈ ക്ഷേത്രഭൂമി. ഓംകാരം ബിന്ദു സംയുക്തം നിത്യം ധ്യായന്തി യോഗിനഃ കാമദം മോക്ഷദം ചൈവ ഓംകാരായ നമോ നമഃ. ക്ഷേത്രത്തെയും ഈ നാടിനെ തന്നെയും കാത്തുരക്ഷിക്കുന്ന ഒരു ക്ഷേത്രപാലക സ്ഥാനമുണ്ട് കാസർഗോഡ് ജില്ലയിൽ. മടിയനായി, ഉണ്ണിയപ്പത്തിൻ്റെ മണം കൊണ്ട് മടിയനായി നിന്ന ദേവൻ അവിടെ വാഴുന്നുണ്ട്. മടിയൻ കുലോം ക്ഷേത്രം. ഈ ക്ഷേത്രം അതിൻ്റെ വിശ്വാസങ്ങൾ കൊണ്ടും ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ കൊണ്ടും കേരളീയതയെ, പ്രത്യേകിച്ച് മലബാറിൻ്റെ ആ ഒരു ദേശപ്രത്യേകതയെ വ്യക്തമാക്കി തരുന്നുണ്ട്. അജാനൂറിൻ്റെ മഹിമയറിയുന്ന ക്ഷേത്രപാലക ചൈതന്യം. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗദേ ദേവി നാരായണീ നമോസ്തുതേ കലാകാഷ്ഠാദിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോപരതോ ശക്തി നാരായണീ നമോസ്തുതേ. ചെറുവത്തൂരിൽ നിന്ന് വീരഭദ്രസ്വാമിയും കീഴൂർ ധർമ്മശാസ്താവും ക്ഷേത്രപാലകനും ഒരുമിച്ച് ഒരിക്കൽ തെക്ക് നിന്ന് വടക്കോട്ട് യാത്ര പോയത്രേ. ഇങ്ങനെ യാത്ര പോകുന്ന വേളയിൽ കാളരാത്രി ഭഗവതി കുടികൊള്ളുന്ന ക്ഷേത്രഭൂമിയിൽ എത്തുകയും ഇവിടെ നിന്ന് നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വാസന വരികയും ചെയ്തു. ഈ വാസന വന്നതിന് ശേഷം ഈ വാസന വിട്ട് ഇവിടെ നിന്ന് പോകുവാൻ ക്ഷേത്രപാലകനൊരു മടി തോന്നിയത്ര. അതുകൊണ്ട് തന്നെ കൊതിയോടെ ക്ഷേത്രപാലകൻ ഇവിടെ നിൽക്കുകയും അപ്പോൾ വീരഭദ്രസ്വാമികളും ധർമ്മശാസ്താവും മടിയ എന്ന് ക്ഷേത്രപാലകനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ മടിയ എന്ന് വിളിച്ചത് കൊണ്ടാണ് ഈ പ്രദേശം മടിയൻ കുലോം എന്നറിയപ്പെടുന്നത് എന്നതാണ് ഐതിഹ്യത്തിലെ വിശ്വാസം. മഹാലക്ഷ്മി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഹരിപ്രിയേ നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിധേ പദ്മാലയേ നമസ്തുഭ്യം നമസ്തുഭ്യം ശിവപ്രിയേ സർവഭൂതഹിതാർത്ഥായ വസുവൃഷ്ടിം സദാ കുരു. ഇവിടെ 3 ക്ഷേത്രസങ്കല്പങ്ങൾ, 3 ദൈവസങ്കല്പങ്ങളാണ് കുടികൊള്ളുന്നത്. 3 ശ്രീകോവിലും നമുക്ക് കാണുവാനാകും. അതിൽ പ്രധാനപ്പെട്ടത്, അതായത് ഇരട്ട നിലയുള്ള ഉയർന്നു കാണുന്ന ക്ഷേത്രപ്രദേശം ക്ഷേത്രപാലകൻ്റേതാണ്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് കാണുവാനാകുന്നത് കാളരാത്രി ഭഗവതി കുടികൊള്ളുന്ന ശ്രീകോവിലാണ്. നമസ്കാര മണ്ഡപം, മനോഹരമായ നമസ്കാര മണ്ഡപമാണ് ഇവിടെയുള്ളത്. പിന്നീട് ഇവിടെയുള്ള ദേവീ സങ്കല്പം നടയിൽ ഭഗവതിയാണ്. ഇവിടെ നിവേദ്യമായി അരി നിവേദ്യങ്ങൾ പതിവില്ല എന്നുള്ളതാണ്. നിവേദ്യമായി നൽകുന്നത് ഉണ്ണിയപ്പമാണ്. ശ്രീരാജരാജേശ്വരി കൃപാകരി ശങ്കരി പാഹി മാം ശ്രീരാജരാജേശ്വരി. കാസർഗോഡ് ജില്ലയിൽ നാം കണ്ടതിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ചിലത് മാത്രമാണ് ഇന്ന് നാം എടുത്തു പറഞ്ഞത്. എന്നാൽ ഇനിയും നാം കണ്ട ക്ഷേത്രങ്ങൾ പലതാണ്. പാലക്കുന്ന് ക്ഷേത്രം, നെല്ലിത്തിട്ട ഭഗവതി ക്ഷേത്രം, കുന്നത്തൂർ ദേവസ്ഥാനം, കാനത്തൂർ ദേവസ്ഥാനം, അതുപോലെ തന്നെ നിരവധി ക്ഷേത്രങ്ങൾ, അടുക്കത്ത് ഭഗവതി ക്ഷേത്രം, ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ ഇനി കാണുവാൻ പോകുന്നതും മഹത്തരമായ ക്ഷേത്രങ്ങൾ തന്നെയാണ്, മഹനീയമായ ക്ഷേത്രസ്ഥാനങ്ങൾ തന്നെയാണ്. ആ കാഴ്ചകളിലൂടെ, ക്ഷേത്രവിശ്വാസങ്ങളിലൂടെ നമുക്ക് വീണ്ടും ഒത്തുചേരാം. നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് വിട വാങ്ങുന്നു. നമസ്കാരം. ബ്രഹ്മമുഖാമരവന്ദിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണകൗശലലിംഗം തന്മൃദു പാതു ചിദംബരലിംഗം കൽപകമൂലപ്രതിഷ്ഠിതലിംഗം ദർപ്പകനാശയുധിഷ്ഠിരലിംഗം കുപ്രകൃതിപ്രകരാന്തകലിംഗം
തന്മൃദു പാതു ചിദംബരലിംഗം